പത്തനംതിട്ടയിൽ അന്തേവാസിയായ യുവതിയെ അനാഥാലയ നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ച സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ആദ്യം ആ കുടുംബത്തെ എല്ലാവരും പ്രശംസിച്ചെങ്കിലും പിന്നീട് പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭിണിയായതോടെ നടത്തിയ വിവാഹമെന്ന രീതിയിൽ അത് വിവാദമായി. അനാഥാലയ നടത്തിപ്പുകാരി, മകൻ എന്നിവർക്കെതിരെ പരാതിയും കേസുമായതോടെ അവർ കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി പ്രതികളുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റൊരു പെൺകുട്ടിയെ അടിച്ചെന്ന പരാതിയിൽ സ്ഥാപന നടത്തിപ്പുകാരിക്കെതിരെ പോലീസ് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടിയെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയുടെ മകൻ ഗർഭിണിയാക്കിയ സംഭവത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞത്. അനാഥാലയം നടത്തിപ്പുകാരി, മകൻ, മകൾ, മകളുടെ ഭർത്താവ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഈ മാസം 30 വരെ അറസ്റ്റ് തടഞ്ഞത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു. തുടർന്ന് കേസ് ഡയറി ഹാജരാക്കാൻ അടൂർ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. പെൺകുട്ടി ഗർഭിണിയായതോടെ മകനെ കൊണ്ട് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചെങ്കിലും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ഗർഭിണിയായ സാഹചര്യത്തിലാണ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നത്. ഈ കേസിലാണ് യുവാവിനെ പ്രതി ചേർത്തത്. മറ്റുള്ളവരെ ഈ കേസിൽ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. കേസ് കെട്ടിച്ചമച്ചതാണെന്നും മറ്റൊരു അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരാണ് ഇതിന് പിന്നിലെന്നുമാണ് ഹർജിക്കാരുടെ വാദം. അതേസമയം മുറ്റം വൃത്തിയാക്കാത്തതിന് മറ്റൊരു പെൺകുട്ടിയെ അടിച്ചെന്ന പരാതിയിൽ സ്ഥാപനം നടത്തിപ്പുകാരിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. പോലീസ് സ്ഥാപനത്തിലെ കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോഴാണ് നടത്തിപ്പുകാരിക്കെതിരെ കുട്ടി മൊഴി നൽകിയത്. ന്യൂസ് 18 പത്തനംതിട്ട.